അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. തസ്കിയ സെഷനിലെ ഒന്നാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. തസവുഫ് ത്വരീഖത്ത് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ അഭിവന്ദനായ ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ക്ലാസ് എടുക്കാൻ ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. അഭിവന്യരായ സാദാത്തുക്കളെ, ഇൽമിന്റെ പ്രകാശങ്ങളാകുന്ന ഉലമാക്കളെ, ക്യാമ്പ് അംഗങ്ങളാകുന്ന സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله مولانا العظيم. الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. وصدق نبيه الكريم صلى الله عليه وسلم. ബഹുമാനികളെ, ഈ മഹാസമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് പഠനാർഹമായ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഈ പഠന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തസ്കിയത്തുമായി ബന്ധപ്പെട്ട ആത്മശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായി തസവ്വുഫ്, തരീഖത്ത്, ഈ രണ്ട് വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും മിനിറ്റുകൾ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുദീർഘമാണെങ്കിലും അതിൻ്റെ വിഷയത്തിൻ്റെ ഒരാമുഖമെങ്കിലും പറയാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. തസവ്വുഫ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും ഹദീസും തിരുസുന്നത്തും പരിശോധിച്ചാൽ അതിൻ്റെ വലിയ ഒരു ഭാഗം തസവ്വുഫാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 10 വർഷം തസവ്വുഫ് എന്ന് പറയുന്ന സൂഫിയാക്കളുടെ മാർഗത്തിൽ മാത്രം കഴിഞ്ഞുകൂടുകയും തിരിച്ചു വന്നതിൻ്റെ ശേഷം സൂഫിയാക്കളുടെ മാർഗം ഏറ്റവും സത്യസന്ധമായ മാർഗമാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയുണ്ടായി.
ആത്മസംസ്കരണം. എന്താണ് തസവുഫിന്റെ നിർവചനം? തസവുഫിനെ സംബന്ധിച്ച് ധാരാളം വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ നിർവചനം പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ പറഞ്ഞിട്ടുള്ള ധാരാളം നിർവചനങ്ങളുണ്ട്. ഷെയ്ഖ് സറൂഖ് പറയുന്നു 2000-ഓളം നിർവചനങ്ങൾ തസവൂഫിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം രത്നചുരുക്കം സുദ്ഖു തവജ്ജുഹ് ഇലല്ലാഹ്. ഈ 2000 നിർവചനങ്ങളുടെ രത്നചുരുക്കം സുദ്ഖു തവജ്ജുഹ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള തവജ്ജുഹ്, അള്ളാഹുവിലേക്ക് മുന്നിടുക. വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറസ്സമാവാതി വല്ലർള് എന്ന് 5 നേരത്തെ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ നാം പ്രതിജ്ഞ എടുക്കുന്നു. വജ്ജഹ്തു വജ്ഹി ലില്ലദീ, അള്ളാഹുവിലേക്ക് എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ, എന്റെ ഹൃദയത്തെ ഞാൻ മുന്നിടിച്ചു എന്ന് നാവുകൊണ്ട് പറയുന്നതിൽ സത്യസന്ധത ഉണ്ടാവുക. സുദ്ഖു തവജ്ജുഹ് ഇലല്ലാഹ്. ആത്മസംസ്കരണം. ആത്മസംസ്കരണം എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ്? മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച്, മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് വലക്കത് കറംനാ ബനി ആദം. അള്ളാഹുവിന്റെ മഖ്ലൂക്കാത്തുകളിൽ നിന്ന് ആദം മക്കളെ മനുഷ്യ സമൂഹത്തെ നാം പ്രത്യേകം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് ഈ പ്രത്യേക ബഹുമാനം? ഓരോ മനുഷ്യനെ സംബന്ധിച്ചും പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ മനുഷ്യനിലും 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അവന്റെ അൽ ജസദുൽ ലാഹിരിയു, അവന്റെ ബാഹ്യമായ ഈ ജഡം. മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മയ്യിത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോകുന്നു, ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. ഈ ജഡം അത് ഇതര ജീവികൾക്കും ഉള്ള ഒന്നാണ്. ഈ ജഡം അത് ഒന്ന്. രണ്ടാമത്തത് അർറൂഹുൽ ഹയവാനി, ജീവാത്മാവ്. തിന്നുക, കുടിക്കുക, മൂത്രിക്കുക, കാഷ്ടിക്കുക, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റ് ജീവികളെപ്പോലെ തന്നെ മനുഷ്യനും ചെയ്യുന്നു. എന്തുകൊണ്ട്? അവനിലുള്ള രണ്ടാമത്തൊരു ഘടകമാണ് അർറൂഹുൽ ഹയവാനി, ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിലും മനുഷ്യനിക്കൊരു പ്രത്യേകതയില്ല. മൂന്നാമത്തെ ഘടകം അർറൂഹുൽ ഇൻസാനിയു, മനുഷ്യാത്മാവ് എന്ന് പറയുന്ന ഒന്ന്. ആ മനുഷ്യാത്മാവിനെ സംബന്ധിച്ച് ഒരു നിർവചനം പറയുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്അലൂനക അനിർ റൂഹി, ഈ ആത്മാവിനെ സംബന്ധിച്ച് നബിയെ തങ്ങളോട് അവർ ചോദിച്ചാൽ അവർ ചോദിക്കും യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അമ്രാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ ഒരു നിർവചനം പറഞ്ഞ് അത് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അത്രയും വലിയ ഒരു വസ്തുവാണ് ആത്മാവ്, മനുഷ്യാത്മാവ്. ഈ മനുഷ്യാത്മാവ് എന്ന് പറയുന്ന ഈ വസ്തു, അതിന് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഖൽബ് എന്നും അഖ്ലി എന്നും നഫ്സ് എന്നും റൂഹ് എന്നും പല പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആയത്തുകളൊന്നും ഓതി സമയം കളയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഘടകം അതാണ്. പ്രധാനപ്പെട്ട ഘടകം അതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത അധപ്പതിക്കാൻ എളുപ്പമുണ്ട്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ, ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിക്കണമെങ്കിൽ എളുപ്പമുണ്ട്. എന്നാൽ മനുഷ്യാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല
മറ്റുള്ള അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികൾക്കും നൽകാത്ത ഒരു പ്രത്യേകതയോടുകൂടെയാണ് ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അറ്റമില്ലാത്ത, പരിധിയില്ലാത്ത, നല്ലപോലെ ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു ആ സമയം കൂട്ടുക. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله മനുഷ്യാത്മാവിന്റെ പ്രത്യേകത, അള്ളാഹു അവന്റെ ഇതര ജീവികൾക്കോ മറ്റു മഖ്ലൂക്കാത്തുകൾക്കോ നൽകാത്ത ഒരു പ്രത്യേകത, പരിധിയില്ലാത്തൊരു വളർച്ച. അത് ഈ ദുനിയാവിൽ നിന്ന് അതിന്റെ തുടക്കം കുറിച്ചാൽ ബർസഖിയായ ലോകത്ത് മരണാനന്തരം ബർസഖിയായ ഖബർ ജീവിതത്തിലും അത് വളർന്നുകൊണ്ടിരിക്കും. സ്വർഗീയ ലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എത്തിപ്പെട്ടാൽ കാലാകാലവും അവന്റെ ദറജകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, പരിധിയില്ല. മുഖർറബീങ്ങളായ മലായികത്ത് പറഞ്ഞത് വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം,
ഞങ്ങളിൽ നിന്ന് ഏതൊരു മലക്കാണെങ്കിലും ഒരു നിശ്ചിത സ്റ്റേജ് ഉണ്ട്, അതിന്റെ അപ്പുറം പോകാൻ കഴിയൂല. മലായികത്താണല്ലോ പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള ഒരു നിന്നു പോകുന്ന ഒരു സ്റ്റേജ് മനുഷ്യനില്ല. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സൃഷ്ടിച്ച് ബഹുമാനിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം. അത് ഈ ആത്മാവിലൂടെയാണ്, മനുഷ്യാത്മാവ്, മനുഷ്യന്റെ മനസ്സ്. ഈ ആത്മാവിന്റെ ശുദ്ധീകരണം, അതിന്റെ തസ്കിയത്ത്, അതിനാണ് തസവ്വുഫ് എന്ന് പ്രത്യേകമായി പറയുന്നത്. നല്ല സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും സുന്നത്തിലും നല്ല സ്വഭാവങ്ങൾ, മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടുന്ന നല്ല സ്വഭാവങ്ങൾ ധാരാളം വിവരിച്ചിട്ടുണ്ട്. ചീത്ത സ്വഭാവങ്ങൾ, വർജിക്കേണ്ടുന്ന സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ തവാളു, തായ്മ, സിദ്ഖ്, സത്യസന്ധത, നുസ്ഹ്, മറ്റുള്ളവർക്കെല്ലാം ഗുണം ഉദ്ദേശിക്കുക തുടങ്ങിയുള്ള നല്ല സ്വഭാവങ്ങൾ. വർജിക്കപ്പെടേണ്ട, ഉപേക്ഷിക്കപ്പെടേണ്ട ചീത്ത സ്വഭാവങ്ങൾ കിബ്ർ, അഹങ്കാരം, ഹസ്ദ്, അസൂയ, ഉജുബ്, പൊങ്ങച്ചം, റിയാ, ലോകമാന്യം, മറ്റുള്ളവർ കാണാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുടെ സ്തുതി ഉദ്ദേശിക്കുക. അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ആ നല്ല പള്ളി കയറ്റുന്നതും മദ്രസ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സദക്ക ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവർ കാണാനും കൂടി ഒരാഗ്രഹം, അതൊരു ശിർക്ക, ഖഫിയായ ശിർക്ക, അത് യഥാർത്ഥ ശിർക്കല്ല. അപ്പൊ ഇങ്ങനെയുള്ള അത്തഖല്ലുഖു ബിൽ അഖ്ലാഖിൽ ഹമീദ, നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുക, അതുകൊണ്ട് മനസ്സിനെ, ആത്മാവിനെ അലങ്കരിക്കുക. വതജന്നുബു അനിൽ അഖ്ലാഖിൽ ദമീമ, ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് ഒഴിഞ്ഞു ദൂരത്താവുക, മനസ്സിനെ ശുദ്ധീകരിക്കുക. 2, 3 തസവൂഫിന്റെ വ്യാപകമായ അർത്ഥത്തിൽ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യവും കൂടി. 3 വത്തവസ്സുലു ഇലാ അൻ യദൂഖ മതാഇമ തൗഹീദ്, തൗഹീദിനെ രുചിച്ചറിയാനുള്ള, തൗഹീദിനെ രുചിച്ചറിയുക, അതിനെ രുചിച്ച് അതിന്റെ സ്വാദ് അനുഭവിക്കുന്നതിന് വേണ്ടി ഉള്ള യത്നം, അതിനുള്ള പ്രയത്നം. തലബുൽ വുസൂൽ അത്തവസ്സുലു ഇലാ അൻ യദൂഖ മതാഇമ തൗഹീദ്. അപ്പൊ ശുദ്ധീകരണത്തോടുകൂടെ മനുഷ്യ ആത്മാവിന്റെ ഒരു പ്രത്യേകതയാണത്. കറപിടിച്ച ഒരു കണ്ണാടി, അത് നാം അതിന്റെ കറ നീക്കിക്കഴിഞ്ഞാൽ അത് പിടിക്കുന്ന ഭാഗത്തുള്ള വസ്തുക്കൾ അതിൽ പതിയോലോ. എന്നതുപോലെ ഈ ഹൃദയത്തിന്റെ കറ കളഞ്ഞ് ശുദ്ധീകരിച്ച് അതിനെ വൃത്തിയാക്കി സ്ഫുടം ചെയ്ത് നല്ല ശുദ്ധിയുള്ള ഹൃദയമായി കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ച, ഈമാൻ കൊണ്ട, പുതിയതല്ല, എല്ലാ മുഅ്മിനീങ്ങളും വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ആ കാര്യങ്ങൾ ഒരു രുചിച്ചറിയുക എന്ന ഒരു സ്വാദ്, ഒരു രുചി ഉണ്ടാവും. അപ്പോ ഈ നല്ല സ്വഭാവങ്ങളെ കൊണ്ട് അലങ്കരിക്കുക, ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് ശുദ്ധിയാവുക, ഇത് വേഗം മനസ്സിലാവുന്ന കാര്യമാണ്. തൗഹീദിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ഇൽമു തൗഹീദിനും തസവൂഫ് എന്ന് പറയും, ഇൽമു തസ്കിയത്തിനും തസവൂഫ് എന്ന് പറയും. അത് 2 ഇസ്തിലാഹാണ്, രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോ ഞാൻ പറഞ്ഞത്. തൗഹീദിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ തൗഹീദ് 3 ജാതി തൗഹീദുണ്ട്.
ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ അഫ്ആല്, അള്ളാഹുവിന്റെ സിഫാത്ത്, അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂന, പരിശുദ്ധ ഖുർആനല്ലേ? നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, നിങ്ങളെ പ്രവൃത്തികളെയും അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. ഫാഇല് മുഖ്താറായ മനുഷ്യന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് വമാ തഅമലൂന, അതിനെയും അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. ബഹുമാനികളെ, എത്രമാത്രം വ്യക്തമായ ഒരു കാര്യമാണത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യല്ലേ? നമ്മളെ നാവ് കൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഈ സമ്മേളനത്തിന് ഇറങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വന്നവർ നമ്മളുടെ ഇടയിലുണ്ടാകും. അത് മുഴുവനും അവൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ അവന് കഴിഞ്ഞോളുന്നില്ല. നമ്മൾ അനുഭവമാണ്. എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിപ്പുറപ്പെടുന്നു. പക്ഷെ അതിൽ നിന്ന് ചിലതുണ്ടാകും, ചിലതുണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹു ഇന്നതൊക്കെ നമ്മളിലൂടെ ചെയ്തു തീർക്കണം, അള്ളാഹു ഉദ്ദേശിച്ച കാര്യം ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഉണ്ടാവില്ല. മാഷാ അള്ളാഹു ഖാൻ, അള്ളാഹു ഉദ്ദേശിച്ച് മാത്രം ഉണ്ടാവും. ഓമാലം യശലം യക്കുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്ത ഉണ്ടാവില്ല. പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാ, ഇപ്പൊ ബാങ്ക് വിളിച്ചു, നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. എന്താ നമ്മൾ പറയേണ്ടത്? ഞാൻ വന്നോളാന്നല്ല പറയേണ്ടത്. ഓൾറെഡി ഞാൻ വന്നുകൊള്ളാം എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്നെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചത് ശരിയാണ്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിന് കഴിയുമല്ലേ, അതുണ്ടാവില്ലേ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവാണ് അതിന് കഴിവ് തരേണ്ടവൻ, അള്ളാഹുവാണ് അതിന് കഴിവ് തരുന്നവൻ. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോ ഈ ലോകത്തുള്ള സകല പ്രവൃത്തികളും അള്ളാഹുവിന്റെ, ഈ ലോകത്തുള്ള നമ്മുടെ പ്രവൃത്തി അടക്കമുള്ള ഖലഖക്കും വമാ തഅമലൂന, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അല്ലാഹു മാത്രമാണ്. ഇതിങ്ങട്ട് അനുഭവിച്ച്, ഇതിങ്ങട്ട് രുചിച്ച് കാണുന്നതെല്ലാം ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണല്ലോ. കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ പ്രവൃത്തി. ലാ ഫാഇല ഇല്ലല്ലാഹ്, ലാ ഫാഇല ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സകല ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും അതൊന്നും തന്നെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നിങ്ങട്ട് അനുഭവിച്ച് ഇങ്ങട്ട് അറിയുമ്പോ, അത് രുചിച്ചറിയുമ്പോ, അതൊരു മധുരമായി സ്വാദായി മാറുമ്പോ ഒരു സൂഫിക്ക് കാണുന്നതെല്ലാം രസകരമായി മാറുകയാണ്. എന്ത് കണ്ടാലും അവനിക്ക് രസം, ലദ്ദത്ത്. അലദ്ദുൽ ലദ്ദാത്തി മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിന്റെ മഅരിഫത്താണ് ഏറ്റവും രുചികരമായതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ യഹ്യ 4-ാം ജുസിൽ വിവരിക്കുന്നുണ്ട്. അതാണ് സാധാരണഗതിയിലുണ്ടാകുന്ന ആദ്യത്തെ തൗഹീദ്. തൗഹീദാണത്. ഫാഇൽ അള്ളാഹു മാത്രം. അപ്പൊ നമ്മൾ പ്രവർത്തിക്കണില്ലേ? ഉണ്ട്. നമ്മൾക്ക് ഇഖ്തിയാറുണ്ട്, നമ്മൾക്ക് കസ്ബുണ്ട്. അതായത് അത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു, ദൃഢനിശ്ചയം ചെയ്യുന്നു, അതിന് തയ്യാറെടുക്കുന്നു. അത് തന്നെ നമ്മൾ പ്രവൃത്തി. അതിനെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. രണ്ടാമതായി അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള തൗഹീദാണ്. കേൾക്കുക, കാണുക തുടങ്ങിയുള്ള ഗുണങ്ങൾ, അതൊക്കെ യഥാർത്ഥത്തിൽ അത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നമ്മൾക്ക് കേൾവി തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയോ? അള്ളാഹു അപ്പോൾ നമ്മൾക്ക് കാഴ്ച തന്നിട്ടില്ലെങ്കിൽ കാണാൻ സാധിക്കുമോ? സാധിക്കൂല. ഇത് നമ്മളെ വിശ്വാസമാണ്, ഓരോ മുഅ്മിനിന്റെയും വിശ്വാസമാണ്. പക്ഷേ അതൊരു രുചികരമായിട്ട്, അതനുഭവിച്ച് അതൊരു സ്വാദായിട്ട് മാറും ഒരു സൂഫി, ഹൃദയം ശുദ്ധീകരിക്കുന്ന ഒരു സൂഫി.
ലാ സമീഅ ഇല്ലല്ലാഹ് ലാ ബസീറ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ കാണുന്നവനില്ല, അല്ലാഹു അല്ലാതെ കേൾക്കുന്നവനില്ല. അവൻ കാണില്ല, ഇവൻ കേൾക്കണില്ല. എന്തായി പറയണ ഭ്രാന്ത്? ഇവന്റെ കേൾവി അല്ലാഹു നൽകുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്, ഇവന്റെ കാഴ്ച അല്ലാഹു നൽകുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. അത് നമ്മുടെ വിശ്വാസമാണ്. അല്ലാഹു കേൾവി തന്നിട്ടില്ലെങ്കിൽ കേൾവിയില്ല, പക്ഷേ അത് അനുഭവിച്ചറിയാം. അതാണ് സിഫാത്തിലുള്ള തൗഹീദ്. ആ തൗഹീദിലേക്ക് ചേരും. മൂന്നാമതായി അല്ലാഹുവിന്റെ ദാത്തിലുള്ള തൗഹീദ്. ഇനി പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം, വേറെ എവിടേക്കും ശ്രദ്ധിക്കരുത്. പെട്ടെന്ന് നിർത്താൻ പോവാ, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിൽ ഉള്ള തൗഹീദ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്. നല്ല മട്ടായില്ലേ? ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ വുജൂദില്ല, മൗജൂദില്ല. അല്ലാഹ് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ ഇല്ലാത്തതാണ്. എന്താ? അല്ലാഹു മാത്രമേ ഉള്ളതുള്ളൂ, അല്ലാഹു അല്ലാത്തതൊന്നും ഉള്ളതല്ല. എന്താ ഈ പറയുന്നത്? അതിന് തൗഹീദ് വുജൂദി എന്ന് പറയും സൂഫിയാക്കളുടെ ഭാഷയില്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സദസ്സിൽ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. തൗഹീദ് വുജൂദി എന്ന് സൂഫിയാക്കൾ ഇതിന് പറയും. ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഉള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാത്തതൊന്നും ഉള്ളതല്ല. എന്തായി പറയുന്നതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മൂന്നർത്ഥമുണ്ട്. മൂന്നർത്ഥം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഉള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളവനുള്ളൂ. ഇതിന് മൂന്നർത്ഥങ്ങളുണ്ട്. ഒന്ന്, സാക്ഷാൽ വുജൂദ്, ഉണ്ടാവൽ, ഉള്ളവനായിരിക്കൽ എന്നത് അത് അല്ലാഹുവിന് മാത്രമാണ്. അതായത് അല്ലാഹുവിന്റെ വുജൂദ് കദീമാണ്, അനാദിയാണ്, ആദ്യമില്ലാത്തതാണ്. ബാക്കിയുള്ള സകല വസ്തുക്കളും പിന്നീട് പുതുതായി ഉണ്ടായതാണ്. അല്ലാഹുവിന്റെ വുജൂദ്, ഉണ്ടായിരിക്കൽ അത് ബാക്കിയാണ്, ഒരിക്കലും നശിച്ചു പോകാതെ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ വുജൂദ് വാജിബുൽ വുജൂദാണ്, ഉണ്ടാവൽ നിർബന്ധമായതാ, അതില്ലാതിരിക്കാൻ സാധ്യമല്ല. ഉണ്ടാവൽ നിർബന്ധമായതാ. മറ്റാരും നൽകിയതല്ല, സ്വയം ഉണ്ടായതാണ്. മറ്റൊരാൾ നൽകിയതല്ല. അപ്പൊ സ്വന്തം നിലനിൽപ്പുള്ള, മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാത്ത, അനാദിയും എന്നും ശേഷിക്കുന്നതുമായ ആ വുജൂദ്. എന്താ ഇവൻ അങ്ങോട്ട് നോക്കുന്നത്? അവനൊന്ന് ശരിയാക്കണല്ലോ. നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. അപ്പോ അനാദിയായ, എന്നും ശേഷിക്കുന്ന, സ്വയം മറ്റൊരാളുടെ ആവശ്യമില്ലാതെ ഉണ്ടാവൽ എന്ന ആ വസ്തു, അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന് മാത്രമേ ഉള്ളൂ. ലാ മൗജൂദ ഐ ലാ മൗജൂദ ഹഖീഖത്തൻ ഇല്ലല്ലാഹ്. ലാ മൗജൂദ ഐ ലാ മൗജൂദ ഹഖീഖത്തൻ ഇല്ലല്ലാഹ്. യഥാർത്ഥമായ വുജൂദ് അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചതമ്പുരാനെ, എന്താ നിനക്ക് ഉറക്കം വരാത്തത്? ഒരു തൂങ്ങി ഉറക്കം പോലും ലാ തഖുദുഹു സിനത്തും വലാ നൗമുന്നല്ല. എന്താ കാരണം? ഒരു കുപ്പി വെള്ളവുമായി വരാൻ വേണ്ടി പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വന്നു, ഒരു കുപ്പി വെള്ളവുമായി. തൊക്കിൽ വെള്ളവും വെച്ച് മൂസാ നബി അലൈഹി സ്വലാം വന്ന് അവിടെ നിന്നപ്പോ ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു. കുപ്പി വീണു, പൊട്ടി തരിപ്പണമായി, വെള്ളമൊക്കെ പോയി. കുപ്പിയില്ല, വെള്ളമല്ല. എന്നിട്ട് ഉണർന്നു. അള്ളാഹു ചോദിച്ചു, എവിടെ വെള്ളം? എവിടെ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ച റബ്ബേ, എന്റെ കുപ്പി വീണുപോയി, എനിക്കൊന്ന് ഉറക്കം വന്നു. അപ്പൊ എന്റെ കുപ്പി കയ്യിൽ നിന്ന് വീണുപോയി, പൊട്ടി തരിപ്പണമായി, വെള്ളമൊക്കെ പോയി. അപ്പൊ മനസ്സിലായില്ലേ? ഈ ലോകം ഒരു കുപ്പിയാണ്, ഈ പ്രപഞ്ചം ഒരു കുപ്പിയാണ്. അതിന്റെ വുജൂദ്, അതിന്റെ ആസ്തിക്യം
അതിൽ നിറച്ച വെള്ള, അത് എന്റെ കയ്യിലാ, ഞാനാണത് പിടിച്ചു നിൽക്കുന്നത്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, ഓരോ ദിവസവും, ഓരോ ദിവസത്തിന്റെ മുഴുവൻ ഫുൾ ടൈമും ഹുവ ഫീ ഷഅൻ, ഇതിനെ നിലനിർത്തുന്നവൻ അല്ലാഹുവാണ്. നിഅമത്താനി ലാ ഗിനാലി മൗജൂദിൻ അൻഹുമാ ലിജാദു വൽ ഇംദാദ്, രണ്ട് അനുഗ്രഹങ്ങളില്ലാത്തൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. ഒന്നില്ലായ്മയിൽ നിന്ന് അല്ലാഹു അതിനെ സൃഷ്ടിച്ചു, മറ്റൊന്നതിനെ നിലനിർത്തുക. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വയം നിലനിൽക്കൂല, അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ശൂന്യമായി, ഒന്നുമില്ല. കാനല്ലാഹു വാഹിദ, അല്ലാഹു സ്വന്തമായിരുന്ന, ലാ ശൈഅ മഅഹുവായിരുന്ന, മർത്തബത്തുൽ അമാ എന്ന് സൂഫിയാക്കൾ പറയുന്ന അവസ്ഥയിലേക്ക് ലോകം മടങ്ങും, ഒന്നുമില്ല. അപ്പൊ ഇതിനെ സൃഷ്ടിച്ചതും അതിനെ നിലനിർത്തുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഇതിനൊന്നും സ്വന്തം നിലക്ക് നിലനിൽപ്പുള്ള ഒരാസ്തിത്വവും വുജൂദും ഇതിനില്ലാത്തത് കൊണ്ട് അതാണിതിന് യഥാർത്ഥമായ വുജൂദില്ല എന്ന് പറയുന്നത്. യഥാർത്ഥമായ വുജൂദ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഇത് ഒരർത്ഥം. എന്തിന്റെ അർത്ഥം? ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് തെറ്റില്ല. അത് മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തോട് യോജിച്ച തൗഹീദ് വുജൂദിയാണ്, അതിന് തെറ്റില്ല. രണ്ടാമത്തത് വഹദത്തു ശുഹൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നൂറ് തജല്ലിയാത്ത്, അല്ലാഹുവിന്റെ ഗാംഭീര്യവും അഴകും ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ ആ തജല്ലിയാത്തുകൾ ഒരാൾക്ക് ലഭിക്കുന്ന സമയത്ത്, ഒരു ആരിഫായ ഒരു വലിയന്, മുകാശഫായ ഒരു വലിയന് അല്ലാഹുവിന്റെ ആ മഹത്തായ ആ നൂറിന്റെ തജല്ലി ഉണ്ടാകുമ്പോ ബാക്കിയുള്ളതൊക്കെ ഓനാണ് മറക്കും. സുലൈഖ എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടുകാർത്തികളായ പെണ്ണുങ്ങള് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോ ബാക്കിയൊക്കെ മറന്നു, സ്വന്തം നഫ്സിനെയും മറന്നു, കത്തി കൊണ്ട് കൈമുറിച്ച ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ഒരു യൂസുഫ് നബി അലൈഹി സ്വലാം. അപ്പൊ ഈ ലോകത്തുള്ള സകല അഴകും ഭംഗിയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ സിഫാത്തുകളും അവന്റെ തജല്ലിയാത്തുകൾ ഉണ്ടാവുമ്പോ ആ മനുഷ്യന്റെ ഇന്ന ലില്ലാഹി 70,000 ഹിജാബ്, അല്ലാഹു തആല 70,000 മറണ്ട്. ലൗ കശഫഹ, ആ മറകളെ അല്ലാഹു നീക്കുകയാണെങ്കിൽ ലഹ്തറകത് സുബ്ഹാത്തു വജ്ഹി മൻതഹാ ഇലൈഹി ബസറുഹു, അല്ലാഹുവിന്റെ വജ്ഹിന്റെ പ്രകാശം എത്തുന്ന സ്ഥലത്തുള്ള സകല വസ്തുക്കളെ അത് കരിച്ചു കളയും. ആ കരിച്ചു കളയാതിരിക്കാൻ വേണ്ടി അല്ലാഹു, അപ്പൊ അതിൽ നിന്നുള്ള ചെറിയ മറകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾക്ക് തജല്ലി ഉണ്ടാവുമ്പോ ചില ആളുകൾ മറക്കും. നിസിയ, ഗഫലത്ത് എന്നതിന് പറയും. ഗഫലത്ത്, മറക്കും, വേറൊന്നും ഓർമ്മല്ല, സ്വയം മറന്നുപോകും. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ, ഒന്നുമില്ല ഈ കോട്ടിന്റെ ഉള്ളില്, ഈ ഒന്നുമില്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ എന്ന് പറയുന്നൊരവസ്ഥയിന് വഹദത്തു ശുഹൂദ്, അതായത് അല്ലാഹുവിൽ ലയിച്ചപ്പോ ശ്രദ്ധിക്കണം. പേച്ചോര് നാളെ തെറ്റായ വഹദത്തുൽ വുജൂദ് നാട്ടുകൂടി പറഞ്ഞു കിടന്ന് ഇത് അദ്ലുജര് പറഞ്ഞതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും. നല്ലോണം ശ്രദ്ധിച്ചോളി, വയസ്സ് കുറയിക്കണോ. അള്ളാഹുവിന്റെ നൂറ് തജല്ലിയാത്ത് ഉണ്ടാവുമ്പോ അതിൽ ലയിച്ചതിന്റെ പേരിൽ ബാക്കിയൊക്കെ മറന്നു. അതാ വഹദത്തു ശുഹൂദ്, അവന്റെ കാഴ്ചയിൽ ഒന്നേ ഉള്ളൂ ആ വഹദത്ത്. ആദ്യം പറഞ്ഞതെന്താ? സാക്ഷാൽ വുജൂദ് മൗജൂദ് ഒന്നേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതെന്താ? കാഴ്ചയിൽ അവന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ. ഇത് രണ്ടും തെറ്റില്ല, ശരീഅത്തിന് വിരുദ്ധമല്ല. ഇനി മൂന്നാമത്തത് ഗൗരവമേറിയ വഹദത്തുൽ വുജൂദാണ്. നിരവധി സൂഫിയാക്കൾ, നിരവധി തരീഖത്തുകാർ, നിരവധി ശൈഖന്മാർ വീണുപോയ ഒരു വഹദത്തുൽ വുജൂദ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഉള്ളവനാണ്, അവന്റെ സൃഷ്ടികളെ അവൻ സൃഷ്ടിച്ചതല്ലേ, അപ്പൊ അത് ഉള്ളതാണ്. അല്ലാഹു ഉള്ളവനാണ്. ആകാശം, ഭൂമി, മനുഷ്യൻ, ജിന്ന്, മലക്ക്, ഇങ്ങനെയുള്ള എല്ലാം ഉള്ളതാണ്. പിന്നെങ്ങനെ രണ്ടാ അദ്വൈതമാകുന്നത്? എങ്ങനെ? ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. വഹദത്തുൽ വുജൂദ്, അദ്വൈതം. പിന്നെങ്ങനെ രണ്ടില്ലാതിരിക്കണം? അതിന് അള്ളയും മഖ്ലൂഖാത്തും ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ?
അള്ളാഹുവും ഖാലിക്കും മഖ്ലൂക്കും രണ്ടില്ല. ഒരു മഴു, ഇരുമ്പിന്റെ ഒരു മഴു നമ്മളിങ്ങനെ തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ചു. എന്നാൽ ആ മഴുവിനെ സംബന്ധിച്ച് ഇത് മഴുവാണെന്ന് പറയാ ഒരു നിലക്ക്, തീയാണെന്നും പറയാ. പക്ഷെ അവിടെ രണ്ടെണ്ണം ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. എന്നതുപോലെ അള്ളാഹുവിന്റെ തനസ്സുലാത്തുകൾ, തത്വപുറാത്തുകൾ അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വന്നു. അവൻ സൃഷ്ടികളായിട്ട് വെളിവായതാ, മനുഷ്യനായിട്ട് വെളിവായതാണ്, അവന്റെ സൃഷ്ടികളായിട്ട് അവൻ വെളിവായതാണ്. വാസ്തവത്തിൽ ഇതൊക്കെ അല്ല തന്നെയാണ്. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലല്ലാത്ത ഒന്നുമില്ല, ഈ കാണുന്നതൊക്കെ അല്ല തന്നെയാണ്. മനസ്സിലായോ? ഈ കാണുന്നതെല്ലാം അള്ളാഹുവാണ്. ആകാശം അള്ളാഹുവാണ്, ഭൂമി അള്ളയാണ്, മനുഷ്യൻ അള്ളയാണ്, മുഹമ്മദ് നബി അള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അള്ളയാണ്. അള്ളാഹു മുഹമ്മദ് നബി ഒന്നാണ്. അള്ളാഹു മുഹമ്മദ് നബി ആദമും ഒന്നാണ്. അള്ളാഹു മനുഷ്യരും ഒന്നാണ്. ഇതാണ് അദ്വൈത, പിഴച്ച അദ്വൈതവാദം, പിഴച്ച വഹദത്തുൽ വജൂദ്. ഇതിൽ പലതിലും പെട്ടുപോയിട്ടുണ്ട്. അടുത്ത കാലത്തായി ആലുവ തരീക്കത്ത് എന്നൊരു തരീക്കത്ത്, അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും തലം തീക്കുന്നത്. ആലുവ തരീക്കത്ത് പറഞ്ഞ തരീക്കത്ത് കേട്ടിട്ടില്ലേ? ഈ ആലുവ തരീക്കത്തുകാർ നമ്മൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം, ഷെയ്ഖിനെ സ്വീകരിക്കാത്ത, തരീക്കത്ത് സ്വീകരിക്കാത്ത, അതാണല്ലോ ഒരു തരീക്കത്തിന്റെ ഒരു ആത്മീയ ഗുരുവിനാണല്ലോ ഷെയ്ഖ് എന്ന് പറയുന്നത്. ആ ഗുരുവിന്റെ പ്രത്യേക തർബീയത്തിന്റെ രീതിക്കാണുള്ള തരീക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആത്മീയ ഗുരു, ഒരു ഷെയ്ഖ്, ഒരു മുറബ്ബിയായ ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിനെ സ്വീകരിക്കാത്തവർ മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണ് എന്നർത്ഥം. മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുശ്രിക്കാണ്. മുശ്രിക്ക് പിന്നെ മുഅ്മിനാവില്ലല്ലോ. ഇത് ധൈര്യമായിട്ട് അവർ പറയുന്നു. അതിന്റെ ഖലീഫമാരെ ഈയുള്ളവൻ, നമ്മളെ ശിഷ്യന്മാരായിട്ടുള്ള പട്ടിക്കാട് ജാമിഅനൂരി എന്നൊക്കെ നമ്മളെ ശിഷ്യന്മാരായിട്ടുള്ള പലരും അതിലുണ്ടായിരുന്നു. ഖലീഫമാരായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുത്തി അവർക്ക് നല്ല സ്വീകരണം കൊടുത്ത്, നല്ല സൽക്കാരം കൊടുത്ത്, സൗഹാർദ്ദപരമായിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കണം. ഇവിടുത്തെ മുസ്ലിമീങ്ങളൊന്നും മുഅ്മിനീങ്ങളല്ല എന്നാ പറയണത്. മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ മുവഹിദല്ല എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുഅ്മിനല്ല. ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കുന്നത് വളരെ അപകടകരമായ വാദമാണ്. പക്ഷെ അവർക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയണില്ല. ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കി, എന്താണ് ഈ മുഅ്മിനല്ല എന്ന് ഇത്ര ധൈര്യമായിട്ട് ഇവർ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഉള്ളിൽ എന്തോ രഹസ്യമുണ്ടല്ലോ. അത് ഈ വഹദത്തുൽ വുജൂദ. ഈ വഹദത്തുൽ വുജൂദ്, ഖാലിഖും മഖ്ലൂഖും ഒന്നാണെന്നുള്ള വഹദത്തുൽ വുജൂദ്, അത് ഉള്ളിൽ വെച്ച് നടക്കുകയാണ്. അതിപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും അള്ളി മഖ്ലൂഖും ഒന്നാണ്, ഞാനും അള്ളി ഒന്നാണെന്നുള്ള വാദമല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ മുഅ്മിനാകുക? ഇയാളെക്കാണ് ഈ ആലുവ യൂസുഫ് സുൽത്താൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയേക്കാൾ മുമ്പ്, അയാളുടെ മുമ്പ് തന്നെ അയാളുടെ ഷെയ്ഖിൽ നിന്ന് ഖിലാഫത്ത് വാങ്ങിയ വേങ്ങാട് ഷെയ്ഖ് ഉണ്ടായിരുന്നു, അബ്ദുള്ള വേങ്ങാട്. അയാളുടെ ഒരു പുസ്തകത്തിൽ ആത്മജ്ഞാനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, നൂർ എന്നാണ് ഇതിന്റെ പേര്. ഈ പുസ്തകം ആ തരീക്കത്തിലെ ഷെയ്ഖ് തന്നെയാണല്ലോ. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വഹദത്തുൽ വുജൂദാണ് അഖീദയുടെ ആകത്തുക. വഹദത്തുൽ വുജൂദാണ്. അള്ളാഹു മുഹമ്മദ് നബി ഒന്നാണ്. അള്ളാഹു ദാത്ത്, സത്ത, മുഹമ്മദ് നബി സിഫത്ത്, അള്ളാഹിന്റെ സിഫത്ത്. അപ്പൊ സിഫത്തും മൗസൂഫും ഒന്നാണല്ലോ.
അപ്പൊ ഈ വാദം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ അനുജനല്ലേ ആലുവ സുൽത്താന്. പക്ഷെ അത് മൂപ്പര് സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പൊ ഈ വഹദത്തുൽ വുജൂദ് വേറെ. അപ്പൊ ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന അദ്വൈതവാദം, ഏതദ്വൈതവാദം? ആദ്യം പറഞ്ഞ രണ്ടർത്ഥത്തിനുള്ളതല്ല. ഖാലിഖും മഖ്ലൂഖും ഒന്നാണെന്നുള്ള ഈ വാദം. ഈ വാദക്കാരുടെ അഭിപ്രായത്തിൽ അള്ളാഹുവും മഖ്ലൂഖും രണ്ടാണെന്ന് ഇവിടെ പറഞ്ഞാൽ ഓ മുശ്രിക്കായി എന്നാണ്. അള്ളാഹു എന്ന് വേറെ, സൃഷ്ടികളൊന്ന് വേറെ എന്ന് പറഞ്ഞാൽ ഓ മുശ്രിക്കായി. മുശ്രിക്കായ പിന്നെ മൂമിനല്ല. അതാണ് ഈ മൂമിനല്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാദങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച് വീട് വീടാന്തരം നടന്ന് നിങ്ങളെ ഈമാനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, മൂമിനാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്ന അതുപോലെയുള്ള വാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനങ്ങളോട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു. വളരെ അപകടകരമായ വാദമാണത്, അദ്വൈതം. ഈ വാദം തന്നെ നൂർഷാ തരീഖത്തിന്റെ ആളുകൾക്ക്, നൂർഷാ തരീഖത്ത് സമസ്ത വിരോധിച്ച തരീഖത്താണല്ലോ. ഈ വാദം അദ്വൈതം, ഇത് കണ്ടോ, സമസ്തയും തീരുമാനം കഴിഞ്ഞ് സമസ്തക്കെതിരിൽ പ്രചാരണം നടത്തിയിരുന്ന കാലത്ത് കരീമുൻ സിറാജുദ്ദീൻ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യോത്തര നോവൽ ഇത് അവരെഴുതിയതാ. അവരൗദ്യോഗിക ഒരു പ്രസിദ്ധീകരണമാണ്. ഇതിൽ പല സ്ഥലത്തും വഹദത്തുൽ വുജൂദിന് അദ്വൈതം 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 എന്ന് ബ്രാക്കറ്റിൽ അർത്ഥം എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി അതിന്റെ ക്ലാസുകളെ സംബന്ധിച്ചും അവരുടെ ഖലീഫമാര് ക്ലാസ് എടുത്തതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ അവർ ഈ വിശ്വാസക്കാരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ഉദാഹരണം മാത്രം, സമയമില്ലാത്തത് കൊണ്ടിട്ട് ഒരു ഉദാഹരണം മാത്രം, ഇത്തരം തരീഖത്തുകൾ. അപ്പൊ തരീഖത്തിന്റെ അതേമാതിരി ഇത് അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിന്റെ പഴയ കോപ്പി എഡീഷൻ, ആദ്യം അടിച്ച കോപ്പി, അപ്പൊ പുതിയതിലുണ്ടാവില്ല. ഇതിന്റെ 14-ാമത്തെ പേജില് ഒരുപാട് കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഇവിടെ ഏലസ്, ഉറൂസ്, ദർഗകളിൽ പോയി മുറാദ് പറയല്, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കല്, മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം ചോദിക്കല്, ഇസ്തിവാസ, വീടുകളിൽ ഔസുൽ ആലം തങ്ങളുടെ ചില കൊടികൾ അത് വെക്കല്, ഇങ്ങനെയുള്ള തബറുക്കിന് വേണ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അഅ്മാൽ മുതദക്കിറ സദർ മുശാബിഹെ ബിശിർക്കിഹെ, ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷിർക്കിന്റെ ലാഞ്ചന ഉള്ളതാണ്. ഷിർക്ക് ഹക്കീക്കി നഹി, ഹക്കീക്കിയായ ഷിർക്കല്ലെങ്കിലും അതൊക്കെ ഷിർക്കിന്റെ ലാഞ്ചന ഉള്ളതാണ്. അൽബത്ത ബെ തമാം അഅ്മാൽ മംനുആ, ഇത് മുഴുവനും മംനുആ. ശരീഅത്തിനെ ഇൻ സബ് അഅ്മാൽ കി ഇജാസത്ത് നഹി, ശരീഅത്ത് ഒരിക്കലും സമ്മതം നൽകാത്ത നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണിത് എന്ന് ഈ അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ 14-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സമസ്തയുടെ പണ്ഡിതന്മാർ പരിശോധിച്ച്, അവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ തരീഖത്തിന് വിരോധിക്കാൻ കാരണം. ഇങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ എതിരിലുള്ള എല്ലാ ശക്തികളെയും, അത് തരീഖത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും സമസ്ത നിരോധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ എന്നും നിലനിർത്തി ഈ സമൂഹത്തിന് തണലായി അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഔസുൽ ആലം തങ്ങൾ വന്യത്തിൽ പറയുന്നത് ഫല്ലദീ യജിബു അലൽ മുബ്തദി ഫീ ഹാദിഹി തരീഖ,
തരീഖത്തിൽ പ്രവേശിക്കുന്ന മുബ്തദി, അതിൽ പ്രവേശിക്കുന്ന മുരീദ്, അവന്റെ മേലെ നിർബന്ധമായ കാര്യം അൽ ഇഅ്തിഖാദു സഹീഹ്, അവന്റെ അഖീദ നന്നാവണം. അല്ലദീ ഹുവൽ അസാസ്, അതാണ് അടിത്തറ. അടിത്തറ പേച്ച ഒക്കെ പേച്ചു. ഫയകൂനു അലാ അഖീദത്തി സലഫി സാലിഹി അഹ്ലി സുന്നത്തിൽ ഖദീമത്തി സുന്നത്തിൽ അംബിയായി വൽ മുർസലീന വസ്സഹാബത്തി വത്താബിഈന വൽ ഔലിയായി വസ്സദ്ദീഖീൻ. അല്ലാഹുവിന്റെ അംബിയാക്കൾ, മുർസലീങ്ങൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സഹാബ, അവിടുത്തെ താബിഈങ്ങൾ, താബിഈങ്ങൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, അവരൊക്കെ വിശ്വസിച്ചു പോകുന്ന ഒരു അഖീദുണ്ട്, ഒരു വിശ്വാസം. അത് ഉൾക്കൊണ്ട് സഹീഹായ അഖീദ, അല്ലാത്തവൻ മുരീദായിട്ടും കാര്യമില്ല, ഷെയ്ഖായിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ നിബന്ധനയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരായിട്ട് ഏതെങ്കിലും ഷിയാ വിശ്വാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്വൈതവാദമോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ബിദ്അഈ വിശ്വാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരായ വിശ്വാസമുള്ളവർക്കൊരിക്കലും തരീഖത്തിന്റെ ഷെയ്ഖാകാൻ കഴിയൂല, മുരീദാകാനും കഴിയൂല. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ ഒന്യത്തിന്റെ 181 പേജ് 2-ാം വാല്യത്തിൽ പറയുകയാണ്. 5 മിനിറ്റും കൂടി ഉള്ളൂ, ബാങ്ക് കൊടുത്ത സമയം കഴിച്ചു ബാക്കി. ബഹുമാനികളെ, അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. തരീഖത്തിനെ സംബന്ധിച്ചൊക്കെ മുറബിയായ ഷെയ്ഖ് ആരായിരിക്കണം? ഒരു 3 കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. ആത്മസംസ്കരണത്തിന് വേണ്ടി നാം ചെയ്യേണ്ടത്, ആത്മശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് തസവുഫ്, തസവുഫിന്റെ ഒരു ഭാഗമാണ് തരീഖത്ത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ആത്മീയ ശുദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഒരു മുറബിയായ ഷെയ്ഖിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരു മുറബിയായ ഷെയ്ഖിനെ കിട്ടുമെന്ന് അന്വേഷിക്കണം. അത് കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ തബറുക്കിന്റെ ഷെയ്ഖ്, ഒരു മബ്റൂക്കായ ഷെയ്ഖ്, ഒരു ഇജാദത്ത് നൽകുന്ന സാലിഹായ ഒരു മനുഷ്യൻ, തെർബിയത്തിന്റെ ആ പദവിയിലൊന്നും എത്തിയിട്ടില്ല. തെർബിയത്തിന്റെ പദവിയിൽ എത്തണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. അതൊന്നൊക്കെ നമുക്ക് പിന്നീട് എണ്ണി പറയാം. തബറുക്കിന്റെ ഒരു ഷെയ്ഖുല്ല, മുറബിയായ ഷെയ്ഖുല്ലെങ്കിൽ മൂന്നാമതായി ചെയ്യേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. യുഅദമുൽ മുറബ്ബിയൂന ഫി ആഖിരി സമാൻ ഫയകൂനു മാ യുസ്ലു ഇലല്ലാഹി തആല തക്സീറു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്രീബുൽ ഉസൂലും മറ്റും കാണാം. അവസാന കാലഘട്ടം വരുമ്പോ മുറബിയായ ഷെയ്ഖന്മാരെ കിട്ടാൻ വളരെ പ്രയാസമാവും. ഇല്ല എന്ന് പറയാൻ നമ്മൾ ഒരുക്കമല്ല. ഖിയാമത്ത് നാൾ വരെ സാഹിബും മസ്ഹൂബും താബിയും മത്ബൂവും ഒക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മുറബിയായ ഷെയ്ഖന്മാരൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മുസ്ലിയര് തരീഖത്തിനെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതിയ ഒരു മുസ്ലിയരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയും. അയാൾ പറഞ്ഞത് തെർബിയത്തും ഷെയ്ഖൊക്കെ അതിൻ്റെയൊക്കെ കാലം എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മമ്പർത്ത് തങ്ങളും ഷെയ്ഖല്ല. മമ്പർത്ത സയ്യിദ് അലവിയിൽ മമ്പറും ഈ കുതുബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തെർബിയത്തിന്റെ മക്കാമൊന്നും എത്തിച്ചിട്ടില്ല. കാരണം പറഞ്ഞത് വളരെ രസകര. ഒരു പൊന്മളാർന്ന രാജ്യത്തുള്ള ഒരു മുസ്ലിയരാണ്, പേര് ഞാൻ പറയുന്നില്ല, രാജ്യം പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം അതിന് കാരണം പറയുന്നത് 2 മുരീദന്മാരുള്ളൂ. ഒന്ന് ഔക്കോയ മുസ്ലിയർ, ഒന്ന് ഉമർ ഖാദി. ഒരു മുറബിയായ ഷെയ്ഖാണെങ്കിൽ ലക്ഷക്കണക്കിന് മുരീദന്മാരുണ്ടാവണ്ടേ? അപ്പൊ നൂഹ് നബി നബിയല്ല എന്ന് വേണമെങ്കിൽ പറയും. കാരണം എന്താ? 900 കൊല്ലം അള്ളാഹുവിന്റെ ഒരു നബി, ഒരു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ആകെ 19 ആളാത്ര കിട്ടിയത്. പിന്നെ അതെങ്ങനെ നബിയാകാൻ പറ്റുമോ? ഇയാൾ അതും എഴുതാൻ സാധ്യതയുണ്ട്. ആകെ 2 മുരീദന്മാരാണ്. ആരാ? ഒന്ന് ഉമർ ഖാദി, ഒന്ന് ഔക്കോയ മുസ്ലിയർ. മുഹൂപ്പര് അറിഞ്ഞ 2 മുരീദന്മാരുള്ളൂ വെച്ചിട്ട് വേറെ മുരീദന്മാരില്ലാന്ന് വരുമോ? ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളുടെ മകൻ തന്നെ ഉണ്ട്, സയ്യിദ് ഫസിൽ. സയ്യിദ് ഫസിലിന്റെ ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉപ്പാന്റെ മുരീദാണ്, അലുവിയ തരീഖത്തിലുള്ള എൻ്റെ ഉപ്പാന്റെ മുരീദാണ്.
അപ്പൊ 2 മുരീദന്മാരുള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല. ഇനി അതുപോലെ എത്ര മുരീദന്മാരുണ്ടാകും? ചില തരീക്കത്തുകളുടെ രീതി, പ്രത്യേകമായ ചില തരീക്കത്തുകളുണ്ട്, എല്ലാവരും അതിൽ ചേർക്കൂല. വലിയ നിബന്ധന ഒത്ത ആളുകളെ മാത്രമേ അതിൽ ചേർക്കുള്ളൂ. അങ്ങനത്തെ ചില തരീക്കത്തുകളുണ്ട്. എണ്ണം കുറവേക്കാരം, വണ്ണുണ്ടാവും, എണ്ണം കുറവേക്കാരം. അപ്പൊ 2 മുരീദന്മാരുള്ളൂ എന്ന് പറഞ്ഞത് ശരി. ആരാണ് ഉമർ ഖാദി, ആരാണ് ഔക്കോയ മുസ്ലിയര്? നമുക്ക് വിശദീകരിക്കാൻ നേരമല്ലല്ലോ. അപ്പൊ 2 ഉള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല. 2 മാത്രമായതുകൊണ്ട് മുറബി ആവൂല എന്ന് പറഞ്ഞതും ശരിയല്ല. തെർബിയത്ത് മുറിഞ്ഞു പോയി എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ കുറയും. കൽ കിബിരീത്തുൽ അഹ്മർ, കിബിരീത്തുൽ അഹ്മർ പോലെ അപൂർവമായി മാറും, പ്രയാസമാകും. യുഅ്ദമുൽ മുറബ്ബിയൂന ഫീ ആഖിറിസ് സമാൻ, അതാണ് യുഅ്ദമുവിന്റെ അർത്ഥം, പ്രയാസമാകും. ആ സന്ദർഭത്തിൽ ഫയകൂനു മാ യൂസിലു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വാസിലാകുന്ന സൂഫിയാക്കളുടെ മാർഗം, ആത്മശുദ്ധി കരസ്ഥമാക്കാനുള്ള മാർഗമാകും തക്സീറു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക. ഈ 14 നൂറ്റാണ്ടിലെ സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാരെ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയാണത്. അവരെ മുരീദന്മാർ, ശിഷ്യന്മാരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലിപ്പിക്കുക. പ്രത്യേകമായ ദിക്റുണ്ടാവും. അതിൽ 1-ാം സ്ഥാനത്ത് സ്വലാത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ വസീലയാക്കി നബി തങ്ങളുടെ മേലെ സ്വലാത്തിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ അവന്റെ ഹൃദയം തന്നെ ശുദ്ധിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലത്തിലും മനാമിലും കാണാനുള്ള ഉന്നതമായ പദവിയിലേക്ക് അവൻ എത്തിച്ചേരും. അവന്റെ ഹുബ്ബ്, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹുബ്ബുൽ മുതബാദിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഹുബ്ബ്. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെ മഹബത്ത് വെക്കും, അള്ളാഹു അവരോട് മഹബത്ത് വെക്കും. അതാ അൽ ഹുബ്ബുൽ മുതബാദിൽ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെട്ടു. അർറിളൽ മുതബാദിൽ, അതാണ് മുതബാദിൽ, പരസ്പരം കൈമാറുന്ന പൊരുത്തം. അദ്ദിക്റുൽ മുതബാദിൽ ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ സ്മരിക്കുക, ഞാൻ നിങ്ങളെയും പ്രത്യേകമായി സ്മരിക്കും. അതാ അദ്ദിക്റുൽ മുതബാദിൽ. അതിന്റെ ഉടമയായി അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വാസിലായി ഉന്നതമായ പദവികൾ കരസ്ഥമായി നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലത്തിലും മനാമിലും കാണുന്ന അവസ്ഥയിലെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപികളായ നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളെ ഖൽബിനെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മളെ ഉള്ളും പുറവും അള്ളാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. മഹാന്മാരായ അള്ളാഹുവിന്റെ സൂഫിയാക്കളും ഔലിയാക്കളും മശായിഖന്മാരും അവർ വെട്ടിത്തെളിയിച്ചു തന്ന മാർഗത്തിൽ, ആ വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ഹുസ്നുൽ ഖാത്തിമത്ത് അള്ളാഹു തരട്ടെ. ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ജന്നാത്തുൻ നഈമിൽ അള്ളാഹുവിന്റെ മഹാത്മാക്കളോടുകൂടെ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂടി തെരുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.